ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് പോലീസിന് വിവരം നൽകിയ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, അഷ്കർ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാം നിഷേധിക്കുന്ന മണി, ഈ മണി തന്നെയാണോ ആ മണി? ഈ മണിയിലൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടോ? സുജ, പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരമല്ല മണി നൽകിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ SIT സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് മണി പറയുന്നത് പോലെയല്ല SIT അന്വേഷിച്ച് നടക്കുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള SNA അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്ന ഡി മണി തന്നെയാണ് ഈ MS മണി എന്നാണ് ഇപ്പോൾ SIT സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന് SIT കാരണമായി പറഞ്ഞൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുള്ള വിദേശ മലയാളി വ്യവസായി ഈ മണിയുടെ ഫോട്ടോ കാണിക്കുകയും അയാൾ ആ ഫോട്ടോ കണ്ട് ഇന്നയാൾ തന്നെയാണ് താനുമായി സംസാരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് MS മണി പറയുന്ന വാദങ്ങളെ പൂർണ്ണമായും ഈ ഘട്ടത്തിൽ SIT നിഷേധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, SITയുടെ മൊഴിയെടുക്കലിന് ശേഷം നമ്മൾ തന്നെ മണിയോട് കൃത്യമായി ചോദിച്ചതാണ്, നിങ്ങൾ പോലീസ് വിളിച്ചിട്ടുണ്ടോ, വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തിരിച്ചു മറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. ഇനി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. തെറ്റായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുകയും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തെറ്റിദ്ധാരണ നീക്കുകയും ചെയ്തു. മറ്റതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമില്ല, തനിക്കൊരു ബന്ധമില്ല എന്നായിരുന്നു മണി നമ്മളോട് നമ്മുടെ മൈക്കിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്ന് തന്നെ വൈകാതെ വിവരം പുറത്തു വരികയും ചെയ്തു. മണിയോട് നോട്ടീസ് നൽകി തിരുവനന്തപുരത്ത് ഹാജരായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസംബർ 30 തന്നെ തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസർ, അഥവാ ഇപ്പോൾ SIT അന്വേഷണ സംഘം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇഞ്ചാക്കലുള്ള ഓഫീസിലെത്തി വിശദമായ മൊഴി നൽകാം, നേരിട്ട് ഹാജരാകാമെന്നുള്ള മറുപടി ഇപ്പോൾ SIT സംഘത്തെ മണി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. മണിയുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അത്തരം വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നു. ഈ MS മണി എന്ന ഈ സുബ്രഹ്മണ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലും വളർച്ചകളിലും ഒക്കെ തന്നെ വലിയ ദുരൂഹതകളാണുള്ളത്. ആദ്യഘട്ടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന, പിന്നീട് ഒരു തിയേറ്ററിൽ പോപ്കോൺ വിറ്റിരുന്ന, ഫൈനാൻസ് ഇടപാടുകൾ നടത്തുന്ന, ഗോൾഡ് ലോണുകൾക്ക് വേണ്ടി ഗോൾഡ് ഈടായി വെച്ചുകൊണ്ട് പണം നൽകിയത് ഈ മണിയെ പല പേരിൽ ഓട്ടോ മണിയായും ഫിനാൻസ് മണിയായും ഡയമണ്ട് മണിയായും പല പേരുകളും അറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ ഡ്രൈവറായിരുന്നു ഓട്ടോ മണി ഒറ്റയടിക്ക് ഇത്തരത്തിൽ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായതിലൊക്കെ തന്നെ വലിയ ദുരൂഹത അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ തന്നെ വലിയ സംശയങ്ങൾ നാട്ടുകാർക്കുമുണ്ട്. സ്വാഭാവികമായും അപ്പോൾ മണിയെക്കുറിച്ചും മണി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുമുള്ള അന്വേഷണം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു, വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ താങ്ക് യു അഷ്കർ അലി കരിമ്പ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അഷ്കറും ടീമുമാണ്.